TMA ഗഫൂർ നടത്തിയ ഈ ഒരു സംവാദത്തിന് ഇതിനെ വിലയിരുത്തുക എന്നെ പോലെ ഒരാൾക്ക് എത്രമാത്രം യോഗ്യതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 2-3 കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്തത് മാത്രം നിങ്ങളൊന്ന് പങ്കുവെക്കുക. ആധുനികതയുടെ അതിപ്രസരത്തിൽ മനുഷ്യബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യബന്ധങ്ങളിൽ, അത് പിന്നീട് കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹികമായ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ ഒരു 2-3 തലമുറ അല്ലെങ്കിൽ ഒരു തലമുറയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ഇത്രയധികം പ്രസക്തി വർദ്ധിച്ചത് എന്ന് ചോദിച്ചാൽ, മുൻപുണ്ടായിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമല്ല, അണുകുടുംബങ്ങളിലേക്കുള്ള ഒരു പരിണാമം അതിനൊരു വലിയ കാരണമാണെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ വേദനകള്, നമ്മുടെ പ്രയാസങ്ങള്, പ്രതിസന്ധികൾ മറ്റുള്ളവരോടൊന്ന് പങ്കുവെക്കാൻ കഴിയാതെ വരുന്നതാണ് ഇന്ന് തലമുറ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് മനസ്സിലാക്കുക. അപ്പൊ എവിടെ നിന്നെങ്കിലും ഒരു സാന്ത്വന വാക്ക് കേൾക്കാൻ കഴിയുന്നതായിരിക്കാം അതിനെ അതിജീവിക്കാൻ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുന്നത്, ഒരു ചരട്, ചിലപ്പോൾ ഒരു പിടിവള്ളി. 2 സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ അടുത്ത കാലത്ത് സ്വാധീനിച്ചത് ശ്രീ PMA ഗഫൂർ ഈ അടുത്ത സമയത്ത് DC ബുക്സിന്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കുവച്ച 2 കഥകളാണ്, സംഭവ കഥകളാണ്. എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ള 2 സംഭവങ്ങൾ. അച്ഛനെ ഉപേക്ഷിച്ചു പോയ അമ്മ കൈക്കുഞ്ഞായിരുന്ന ഒരു മകനെ കൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. ആ മകന് വിഷം നൽകി അമ്മയും മരിക്കാൻ തീരുമാനിച്ചു. കൈകളിൽ വിഷമെടുത്ത് ഈ മകന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അമ്മ പെട്ടെന്ന് തീരുമാനിക്കുന്നു, വേണ്ട, എങ്ങനെയും മകനെ കൊണ്ട് ജീവിക്കും. മകനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ആ മകൻ വലിയ നിലയിലെത്തുന്നു. മകനോട് ഈ സംഭവം അമ്മ പറയും, നിന്നെ അവസാനിപ്പിച്ച എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചതാണ്. അപ്പം ആ മകൻ ചിരിച്ചുകൊണ്ട് അമ്മയോട് ചോദിച്ചു, എന്താണ് പിന്നെ അന്ന് അമ്മ എന്നെ കൊന്നുകളയാൻ? അമ്മ പറഞ്ഞു, നിന്റെ ചിരിയാണ് എന്നെ ചിന്തിപ്പിച്ചത്. വിഷം വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആ കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കുക. അമ്മയുടെ കൈകൾ വരച്ചു, തീരുമാനിച്ചു ജീവിക്കുക. ആ മനുഷ്യൻ ആരാണെന്നുള്ളത് കൂടി അദ്ദേഹം പറയുകയാണ്. ഇന്ന് 6 ഭാഷകളിലായി 400-ലധികം സിനിമകളിൽ അഭിനയിച്ച, ഏറ്റവും കൂടുതൽ വേദികളിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന തമിഴിലെ ഏറ്റവും പ്രശസ്തനായ നടൻ പ്രകാശ് രാജ്. ഇതാണ് ഒരു ചിരിയാവാം ഒരു പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മറ്റൊരു സംഭവത്തെ കൂടി വളരെ പെട്ടെന്ന് പറയാം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ്, ഒരു 12-13 വയസ്സുള്ള, അവനെ സഹായിക്കാനായില്ല. അവൻ എങ്ങനെ മുമ്പോട്ട് ജീവിക്കുന്നുള്ളതിനെ കുറിച്ച് അവൻ അറിയില്ല. അവന്റെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കും. റെയിൽവേ ട്രാക്കിലേക്ക് അവൻ പോകുന്നു. ദൂരെ നിന്ന് തീവണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു. അവന്റെ ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം 2 ഭാഗമായിട്ട് മാറും. റെയിൽവേ ട്രാക്കിലേക്ക് തലവെച്ച് കിടക്കുക. അങ്ങനെ അവൻ നോക്കുമ്പോൾ ഈ ട്രാക്കിന് സൈഡിലുള്ള ഒരു വെളിച്ചത്തിൽ എന്തൊരു വസ്തു തിളങ്ങുന്നതായിട്ട് കാണും. അപ്പൊ അവന് പെട്ടെന്ന് എന്താണ് ഒരാകാംക്ഷ. അവൻ പോയി അത് നോക്കുമ്പോൾ ഒരു പുഴുവിന്റെ കണ്ണുകളിൽ പ്രകാശത്തിന്റെ കിരണങ്ങളേറ്റ് തിളങ്ങുക. അപ്പൊ അവിടെ അവൻ ചിന്തിക്കുകയാണ്, ഒരു പുഴുവിന് അവന്റെ കണ്ണുകൾക്ക് തിളക്കമുണ്ടാക്കാൻ കഴിയുന്നെങ്കിൽ
എനിക്കൊന്ന് ജീവിച്ച് മറ്റുള്ളവർക്ക് തിളക്കമാകാൻ സാധിക്കും. അവിടെ നിന്ന് അവൻ ജീവിച്ചു തുടങ്ങുക. അവൻ അധ്വാനിച്ച് മറ്റുള്ളവരുടെ വീടുകളിൽ ജോലി ചെയ്ത് പുലിപ്പണിയെടുത്ത് പഠിച്ച് ഇന്ന് എത്രയോ ഗ്രന്ഥങ്ങളുടെ ലോകം അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥകാരനായി മാറിയ ജയമോഹൻ എന്ന ഒരു വലിയ മനുഷ്യനെ, എത്രയോ ജീവിതങ്ങളെ സ്വാധീനിച്ച ഒരു വലിയ മനുഷ്യന്റെ അത് ഒരു പുഴു എന്ന് പറയുന്നത് ഇതാണ് ഒരു പ്രചോദനം. ആ പുഴുവിന്റെ കണ്ണുകളിലുള്ള തിളക്കം ഇതാണ്. ചെറിയ സംഭവങ്ങളാകാം, ചെറിയ ഒരു വാക്കാവാം നമ്മിൽ നിന്നുണ്ടാകും. സാർ ഇവിടെ പറഞ്ഞ സാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഒരു ചെറിയ മുറിവ് പോലും നമ്മുടെ കുഞ്ഞുനാളിൽ ഉണ്ടായാൽ ആയുഷ്കാലം മുഴുവൻ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ മുറിവ്. എനിക്കൊരു പ്രായക്കാരൊന്നുമില്ല, അത് നമ്മുടെ മനസ്സിനെ ഏറ്റവും ഒരു പക്ഷേ ആരെങ്കിലും നമ്മളെ രണ്ട് അടിച്ചാൽ അത് നമ്മൾ മറന്നിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ കഴിയും. പിന്നീട് ഈ സ്നേഹത്തിൻ്റെ ഒരു പരിലാളനയുടെ സാന്ത്വനത്തിൻ്റെ ഒക്കെ കാര്യങ്ങളെക്കുറിച്ച് സാറോട് നമ്മളോടൊപ്പം പോയിക്കൊണ്ട് എനിക്ക് തോന്നി അടുത്ത കാലത്ത് നമുക്ക് ഇത്രയേറെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള വാക്കുകൾ ഉണ്ടായിട്ടുള്ളതെന്ന് സംശയമാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ജീവിതത്തിൽ ഒരു ഉൾക്കാഴ്ച നൽകുവാൻ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളോട് ശരിക്കും അദ്ദേഹം സമ്മതിക്കുക. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി സാർ.